റമളാൻ പിറ മറവിൽ കാണരുത്, അതുകൊണ്ട് തെളിഞ്ഞ സ്ഥലത്ത് നിന്നേ ആദ്യം മാസപ്പിറ നോക്കാവൂ എന്നൊരു വിശ്വാസം ഇന്നും മലബാർ മേഖലകളിൽ കാണാറുണ്ട്. ഇത് ശരിയാണോ ഉസ്താദെ? നമ്മൾ സാധാരണ ഒരു വിശ്വാസത്തിനോടുള്ള ബഹുമാനം കൂടിയാണ് അതിലേക്ക് ഒരു അന്ധവിശ്വാസം കടന്നു വരുന്നത്. ഒരു കാര്യത്തിനോടുള്ള ബഹുമാനം കൂടി വന്നിട്ട് അതൊരു അന്ധതയായി അന്ധവിശ്വാസമായി മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പിറ കാണാൻ വേണ്ടി മുകളിലേക്ക് നോക്കുമ്പോൾ കടലോരത്തിൽ നിന്നാലാണ് മറയില്ലാതെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കിയാലാണ് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പച്ചപ്പുകൾ നിറഞ്ഞ പുണ്യഭൂമിയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭൂമി എന്ന് പറയാം. ഒരുപാട് ഓലയും ഇലകളും ഒക്കെ മുകളിലുണ്ടാവും. അതിനിടയിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും പിറ കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്ത് ഒന്നെങ്കിൽ നമ്മൾ ബീച്ചിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് കാണണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഇന്നിപ്പോൾ ധാരാളം ടർഫുകളുണ്ട്, അവിടെ നിന്ന് നോക്കേണ്ടി വരും മുകളിലേക്ക്, എന്നാൽ പോലും പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ പിറ കാണുന്നത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ദിവസം കാണുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത്രത്തോളം ഒരു നൂല് പോലെ ഒരു ചെറിയ സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഫസ്റ്റ് ദിവസം. നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു നാരങ്ങത്തൊട്ട് പോലെ ഒരു ചന്ദ്രത്തൊട്ട് പോലെ ഇങ്ങനെ ഒരു വലിയൊരു അടയാളം വരില്ല. ആദ്യത്തെ ദിവസം നൂല് പോലെ മാത്രമേ കാണുള്ളൂ എന്നാണ്. അത് ശഅബാൻ 29 അന്ന് രാത്രി വൈകുന്നേരമാകുമ്പോൾ തന്നെ 6 മണി മുതൽ ഉസ്താദുമാരൊക്കെ അതിൻ്റെ പ്രഗത്ഭരായ ആളുകളോടൊപ്പം കടലോരങ്ങളിൽ അത് കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി അത് അളന്ന് തിട്ടപ്പെടുത്തി കാണാൻ പറ്റുന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് കാണുക. അത്ര ഒരു ചെറിയ നൂല് പോലൊരു സാധനം ഉണ്ടാവുള്ളൂ ആദ്യ ദിവസം പിറ. അത് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഇതൊക്കെ വലിയ അത്ഭുതമല്ലേ ലോകത്ത്? നമ്മളല്ലാതെ വേറെ ആരാണ് ഇങ്ങനെ ഒരു കണക്കിൽ ജീവിക്കുന്നവർ? നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലല്ല, നമ്മളിങ്ങനെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, ഒരു മതത്തിനും ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കണക്ക് കൂട്ടലില്ല. സത്യത്തിൽ അഭിമാനമാണ് നമുക്ക് വേണ്ടത്. ഈ പിറ ഇങ്ങനെ അത്ഭുതകരമായി വിരിഞ്ഞു വരുന്ന പിറ, ചില മാസത്തിൽ 29, ചിലത് 30 പൂർത്തിയാവുന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. ഇപ്രാവശ്യം നോമ്പ് 30 ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 29 കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എല്ലാം ധാരണകളാണ്. 29 അന്ന് പിറ കണ്ടാൽ 30 അന്ന് റമളാൻ കഴിഞ്ഞു, പിന്നെ പിറ്റേന്ന് ശവ്വാൽ 1 ഒരു ദിവസം നമുക്ക് ഒഴിവാകാണ്. 29 പിറ കണ്ടില്ലെങ്കിൽ നമ്മൾ നാളെ കൂടി നോമ്പ് പിടിക്കുകയാണ്. അങ്ങനെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ സമർപ്പണ ജീവിതമാണ് വിശുദ്ധ ഇസ്ലാം. സത്യം പറഞ്ഞാൽ രോമാഞ്ചമുണ്ടായി പോകുന്ന ഒരു ചിന്തയാണതൊക്കെ. ഒന്നാമത്തെ ദിവസം നൂല് പോലെ, രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി കട്ടിക്ക്, മൂന്നാമത്തെ ദിവസം അങ്ങനെ. അപ്പോൾ നമ്മൾ 14-ാം രാവിൻ്റെ പൂർണ്ണചന്ദ്രൻ എന്നൊക്കെ പറയും. 14-ാം രാവിന് വലിയ ഭംഗിയാണ്. ഒരു 14 ദിവസം ആകുമ്പോൾ ചന്ദ്രനെ കാണാൻ, പിറയെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതാണ് 14-ാം രാവിൻ്റെ ചന്ദ്രനെ പോലെ നിൻ്റെ മുഖം പ്രകാശിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ വെട്ടം കൂടി വെളിച്ചം കൂടി റൗണ്ട് കൂടി ഇങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പിറയ നക്ഷത്രമൊക്കെ വരയ്ക്കുന്നതിൽ കാണുന്ന 14-ാം രാവിൻ്റെ ആ ചന്ദ്രനെ ഇങ്ങനെ വരച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് സംവിധാനിക്കുന്നതാണ്. പിന്നെ മറയും തെളിച്ചു എന്നൊക്കെ പറയുന്നത് അതിനോടുള്ള ആദരവും ബഹുമാനക്കുറവൊന്നുമില്ല. അത് ആളുകളിങ്ങനെ ബഹുമാനം കൂടി പറഞ്ഞതാണ്, മറയില്ലാതെ കാണണം, അങ്ങനെ കാണണമെന്നൊക്കെ. അള്ളാഹു കാക്കട്ടെ. വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആദരിക്കാനും അത് പണ്ഡിതന്മാർ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.